ഹലോ ഫ്രണ്ട്സ്, ടെക്ലിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സേഫ് ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈ കൊറോണ മഹാമാരി കാലത്ത് നമ്മുടെ വീടുകളിൽ വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന, നമുക്ക് തന്നെ നമ്മുടെ ഹെൽത്തിൻ്റെ സ്റ്റാറ്റസ് മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന ചില ഹെൽത്ത് എക്യുപ്മെൻറ്റ്സ് ആണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പൾസ് ഓക്സിമീറ്റർ ആണ്. രക്തത്തിലെ ഓക്സിജൻ്റെ അളവ് അറിയാനാണ് പൾസ് ഓക്സിമീറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്സിജൻ സാച്ചുറേഷൻ അല്ലെങ്കിൽ ഓക്സി ഹീമോഗ്ലോബിൻ എന്നൊക്കെ ഇതിനെ പറയാറുണ്ട്. ഇതാണ് പൾസ് ഓക്സിമീറ്റർ. ഇത് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതിലൊരു റബ്ബർ ക്യാപ്പ് കാണാം. ഇതിലാണ് നമ്മുടെ ഫിംഗർ വെക്കേണ്ടത്. കോമൺ ആയിട്ട് ചൂണ്ടുവിരലാണ് വെക്കാറുള്ളത്. മാറ്റി വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നെയിലിൻ്റെ പാർട്ട് മുകളിൽ വരുന്ന രീതിയിലാണ് ഫിംഗർ വെക്കേണ്ടത്. ഫിംഗർ ടിപ്പ് വെച്ചതിന് ശേഷം നമ്മുടെ കൈ എവിടെയെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഒരു ടേബിളിൻ്റെ മുകളിൽ എങ്ങാനും വെക്കുക. അതിന് ശേഷം ഇതിലുള്ള പവർ ബട്ടൺ ഓൺ ആക്കുക. അതിലൊരു റെഡ് ലൈറ്റ് കാണാം. ഇനി ഒരു 10 സെക്കൻഡ് ആകുമ്പോഴേക്കും നമ്മുടെ ഓക്സിജൻ്റെ അളവ് ഇതിൽ വരും. SpO2 എന്ന് എഴുതിയതാണ് ഓക്സിജൻ്റെ അളവ്. സാധാരണ ആളുകൾക്ക് ഒരു 95-100 വരെയൊക്കെ റീഡിങ് വരും. 90 മുതൽ 100 വരെ റീഡിങ് വന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാൽ 90-ന് താഴെ റീഡിങ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കണം. 90-92 ഒക്കെ ആണെങ്കിൽ നന്നായി ശ്വാസം ഒന്ന് വലിച്ചു വിടുകയാണെങ്കിൽ റീഡിങ് ഉയർന്നു വരും. റീഡിങ് ഫ്ലക്ച്വേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 10-20 സെക്കൻഡ് കൂടി നോക്കിയാൽ അത് സ്റ്റേബിൾ ആകും. റീഡിങ് 90 താഴെ വരുന്നത് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളുള്ളവർക്കാണ്. അങ്ങനെ വന്നാൽ ഡോക്ടറെ സമീപിക്കണം. കോവിഡ് രോഗികളിൽ ന്യൂമോണിയയുടെ തുടക്കത്തിലും അതുപോലെ ന്യൂമോണിയ വന്നാലും റീഡിങ് കുറയാറുണ്ട്. ഓക്സിജൻ ലെവൽ കൂടാതെ ഇതിൽ പിന്നെ കാണുന്നത് പൾസ് റേറ്റ് ആണ് അല്ലെങ്കിൽ ഹാർട്ട് റേറ്റ് ആണ്. നോർമലി 70-90 വരെ ഇത് മാറി വരും. ചില സന്ദർഭങ്ങളിൽ നമുക്ക് നടന്നു വന്നതിന് ശേഷം എന്തെങ്കിലും എക്സസൈസോ മറ്റ് ആക്ടിവിറ്റീസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വരുന്ന ഹാർട്ട് റേറ്റ് ചിലപ്പോൾ കൂടാം. അത് നോർമലാണ്. അതുപോലെ പനി വരുമ്പോഴും 100-ൽ കൂടാറുണ്ട്. അല്ലാതെ റെസ്റ്റിംഗ് ടൈമിൽ 100-ൽ കൂടുതലും 60-ൽ കുറവും വരുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. ചില ആളുകളിൽ ജന്മന കുറവ് അല്ലെങ്കിൽ കൂടുതലായിട്ട് കാണാറുണ്ട്. അതല്ലാതെ കാണുകയാണെങ്കിൽ ഡോക്ടറെ സമീപിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൻ്റെ പവർ ബട്ടൺ നമ്മൾ ഒന്നുകൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഡയറക്ഷൻ മാറുന്നുള്ളൂ. റീഡിങ്ങിൻ്റെ ഡയറക്ഷൻ ലാൻഡ്സ്കേപ്പ് എന്നുള്ളത് പോർട്രേറ്റ് ആവും. അങ്ങനെ മാറുന്നുള്ളൂ. പിന്നെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും. നമ്മൾ ഓഫ് ചെയ്യണമെന്നില്ല. അപ്പോൾ ഇതുപോലൊരു പൾസ് ഓക്സിമീറ്റർ വാങ്ങുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ബ്ലഡിലുള്ള ഓക്സിജൻ്റെ അളവും അതുപോലെ തന്നെ ഹാർട്ട് റേറ്റും അറിയാനായിട്ട് സാധിക്കും. ഞാനിത് ഓൺലൈനിലാണ് പർച്ചേസ് ചെയ്ത് ഏകദേശം 1000 രൂപ റേറ്റ് വന്നിട്ടുണ്ട്. ഓൺലൈൻ നോക്കുകയാണെങ്കിൽ ഒരു 500 രൂപ മുതൽ വേറെ ബ്രാൻഡുകളുടെ നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്കത് വാങ്ങി ഉപയോഗിക്കാവുന്നതാണ്. ഇനി രണ്ടാമത് പരിചയപ്പെടുത്താനുള്ളത് തെർമോമീറ്റർ ആണ്. ഇത് മിക്കവാറും എല്ലാവർക്കും അറിയായിരിക്കും. ഡിജിറ്റൽ തെർമോമീറ്റർ ആണ് എൻ്റെ കയ്യിലുള്ളത്. പനി നോക്കാനായിട്ട് നമ്മൾ ഈ ഒരു തെർമോമീറ്റർ നമ്മുടെ വീട്ടിലുള്ളത് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ഡോക്ടർ റോഡിൻ്റെ തെർമോമീറ്റർ ആണ് എൻ്റെ കയ്യിലുള്ളത്. ഇത് വളരെ ഫ്ലെക്സിബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്നൊന്നും പൊട്ടി പോവില്ല. കുട്ടികളിലൊക്കെ ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ്. ഇതാണ് പവർ ബട്ടൺ. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റീഡിങ് കാണിക്കും. ലോ എന്ന് എഴുതി കാണിക്കുമ്പോൾ മെർക്കുറി ഉള്ള ഭാഗം പനി നോക്കാനായിട്ട് കക്ഷത്തിൽ അല്ലെങ്കിൽ നാവിൻ്റെ അടിയിൽ വെക്കണം. ഇതിൽ ഡിഗ്രി ഫാരൻഹീറ്റിലാണ് റീഡിങ് വരുന്നത്. ഏകദേശം 1 മിനിറ്റ് കഴിയുമ്പോൾ ഇതിൽ ബീപ്പ് സൗണ്ട് കേൾക്കാം. അത് കേൾക്കുന്ന സമയത്ത് നമ്മൾ തെർമോമീറ്റർ എടുത്ത് റീഡിങ് നോക്കണം. 98.6 ഡിഗ്രി ഫാരൻഹീറ്റാണ് ഇതിൽ നോർമൽ ടെമ്പറേച്ചർ. അതിൽ കൂടുതൽ വന്നാൽ പനിയുണ്ട് എന്നാണ് അർത്ഥം. 100 ഡിഗ്രി ഫാരൻഹീറ്റിൽ കൂടിയാൽ നല്ല പനിയാവും. അപ്പോൾ ഡോക്ടറെ സമീപിക്കണം. ഓഫാക്കാൻ ഈ പവർ ബട്ടൺ പ്രസ് ചെയ്താൽ മതി. ഈ ഒരു തെർമോമീറ്റർ എനിക്ക് ഏകദേശം 250 രൂപയാണ് പ്രൈസ് ആയത്. ഇനി അടുത്തത് BP അപ്പാരറ്റസ് ആണ്. BP അപ്പാരറ്റസ് മിക്കവാറും ആളുകളുടെ വീടുകളിലൊന്നും ഉണ്ടാവില്ല. എന്നാലും ഇത് നമുക്ക് അത്ര പ്രൈസൊന്നും അത്ര ഹെവി അല്ല. അതുകൊണ്ട് നമുക്കിത് വാങ്ങുന്നതുകൊണ്ട് തിരക്കേടില്ല. BP കൂടുതലുള്ള ആളുകൾക്ക് ഇത് വാങ്ങുന്നത് നല്ലതായിരിക്കും. ഡോക്ടർ ട്രസ്റ്റിൻ്റെ BP അപ്പാരറ്റസ് ആണ് എൻ്റെ കയ്യിലുള്ളത്. ഇത് ഡിജിറ്റൽ BP മെഷീനാണ്. ഈ ബോക്സിൽ നമുക്കൊരു റീഡിംഗ് അപ്പാരറ്റസും ഒരു കഫും ആണ് ഉള്ളത്. റീഡിംഗ് അപ്പാരറ്റസ് നമുക്ക് BPയും ഹാർട്ട് റേറ്റും കാണാം. ഇതാണ് റീഡിംഗ് അപ്പാരറ്റസ്. ഇതിനകത്ത് നമുക്കൊരു പവർ ബട്ടണുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ M എഴുതിയിരിക്കുന്നത് മുമ്പത്തെ റീഡിംഗ് അറിയാനുള്ള ബട്ടനാണ്. L എന്ന് എഴുതിയിരിക്കുന്നത് സെറ്റിങ്സ് മാറ്റാനാണ്. 2 യൂണിറ്റിൽ BP പറയും. നമ്മൾ സാധാരണ മില്ലിമീറ്റർ ഓഫ് മെർക്കറിയിലാണ് BP പറയുന്നത്. അതുപോലെ തന്നെ BPയുടെ 2 വാല്യൂസ് ഇതിൽ കാണാം. മുകളിൽ കാണുന്ന വാല്യൂ സിസ്റ്റോളിക് BP ആണ്. അതുപോലെ തന്നെ താഴെ കാണുന്നത് ഡയസ്റ്റോളിക് BPയും. പിന്നെ ഇതിൽ ഹാർട്ട് റേറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും.
ഇനി ഇത് എങ്ങനെയാണ് ഉപയോഗിക്കണതെന്ന് നോക്കാം നമുക്ക്. ഇതാണ് ഇതിൻ്റെ കഫ്. ഇതിലൊരു ട്യൂബിങ്സ് ഉണ്ട്. അതിൻ്റെ എൻഡ് നമ്മൾ റീഡിംഗ് അപ്പാരറ്റസിൻ്റെ സൈഡിൽ ഇത് ഒരു ഹോളുണ്ട്. ആ ഹോളിനകത്തേക്ക് ഇത് ഫിക്സ് ചെയ്യണം. ജസ്റ്റ് ഒന്ന് ആ ഹോളിൽ വെച്ച് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ റീഡിംഗ് മെഷീനിൽ സ്ക്രീൻ ഓൺ ആകും. അതിനുശേഷം ഈ കഫ് നമ്മുടെ കയ്യിൽ കെട്ടണം. നമുക്ക് വേണമെങ്കിൽ ആദ്യം കഫ് കെട്ടിയതിന് ശേഷം റീഡിംഗ് മെഷീനിൽ ട്യൂബിങ്സ് കണക്ട് ചെയ്താലും മതി. കഫ് ഫുള്ളായിട്ട് തുറക്കേണ്ട ആവശ്യമില്ല. BP നോക്കാനുള്ള ആളെ നമുക്ക് കിടത്തിയോ ഇരുത്തിയോ BP നോക്കാം. BP ചെക്ക് ചെയ്യേണ്ട ആളുടെ ഹാർട്ടിൻ്റെ ലെവലിൽ വേണം കഫും റീഡിംഗ് മെഷീനും വെക്കേണ്ടത്. കഫ് നമുക്ക് കയ്യിൽ ഇതുപോലെ കയറ്റാം. എന്നിട്ട് മുകളിലാണ് കഫ് ചുറ്റി കെട്ടേണ്ടത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കഫ് നമ്മുടെ കൈമുട്ടിൻ്റെ ഒരു 2 ഇഞ്ച് മുകളിൽ വേണം കെട്ടാനായിട്ട്. അതുപോലെ തന്നെ ഈ ട്യൂബിങ്സ് നമ്മുടെ ഇന്നർ ഹാൻഡിൽ, അതായത് നമ്മുടെ കൈയുടെ അകത്ത് ഭാഗത്ത് വേണം വരാനായിട്ട്. ഇതിലൊരു സ്റ്റീൽ കമ്പി ഉണ്ട്. കഫ് ടൈറ്റ് ആകാനാണ് അത്. അതിൽ കൂടെ വലിച്ച് കഫ് നന്നായി ചുറ്റി കെട്ടണം. അധികം മുറുകാനും അധികം ലൂസാകാനും പാടില്ല. കഫ് നമ്മൾ കെട്ടിക്കഴിഞ്ഞു. ഇനി ട്യൂബിങ്സ് റീഡിംഗ് മെഷീനിൽ കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക. കൈ നമ്മൾ റെസ്റ്റിംഗ് പൊസിഷനിലായിരിക്കണം. അനങ്ങിയ റീഡിംഗ് തെറ്റും. ഇനി സെൻറ്ററിലെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ റീഡിംഗ് കാണാനായിട്ട് സാധിക്കും. കുറച്ച് മിനിറ്റ് അല്ലെങ്കിൽ സെക്കൻഡ്സ് കഴിയുമ്പോൾ റീഡിംഗ് കാണിക്കും. ഇതിൽ സിസ്റ്റോളിക് BP 114 അതുപോലെ തന്നെ ഡയസ്റ്റോളിക് BP 67 ആണ് കാണിക്കുന്നത്. നോർമൽ BP 120/80 ആണ്. അതിൽ മുകളിലെ BP 100നും 130നും ഇടയിലാകാം. താഴത്തെ BP 60 തുടങ്ങി 80 വരെയും ആകാം. ഇതിൽ ഹാർട്ടിൻ്റെ സിമ്പിൾ കാണുന്നിടത്ത് ഹാർട്ട് റേറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെയാണ് നമുക്ക് BP നോക്കുന്നത്. ഈ BP അപ്പാരറ്റസിന് ഏകദേശം 4100 രൂപയാണ് MRP വരുന്നത്. ഓൺലൈൻ പർച്ചേസ് ചെയ്തപ്പോൾ എനിക്കിതിന് 1900 രൂപ മാത്രമേ വില വന്നുള്ളൂ. ഇനി അടുത്തതായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഗ്ലൂക്കോമീറ്റർ ആണ്. ഷുഗർ പേഷ്യൻസ് ഒക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ ഇത് വളരെയധികം ഉപകാരപ്രദമായ ഒന്നാണ്. 1 ടച്ചിൻ്റെ ഗ്ലൂക്കോമീറ്റർ ആണ് എൻ്റെ കയ്യിലുള്ളത്. ഗ്ലൂക്കോമീറ്റർ സാധാരണ എന്തിനാണ് ഉപയോഗിക്കുന്നത് എല്ലാവർക്കും അറിയായിരിക്കും. രക്തത്തിലുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് നോക്കാനാണ് അത് ഉപയോഗിക്കുന്നത്. അതായത് ഷുഗർ നോക്കാമെന്ന് നമ്മൾ സാധാരണ പറയും. ഇതിൻ്റെ ബോക്സിനകത്ത് വരുന്നത് ഗ്ലൂക്കോമീറ്റർ, ഒരു നീഡിൽ പെന്ന്, പിന്നെ ടെസ്റ്റ് സ്ട്രിപ്സ് ആണ്. ഞാൻ വാങ്ങിച്ചപ്പോൾ ഈ ബോക്സിൻ്റെ കൂടെ ഞങ്ങൾക്ക് ഒരു 10 ടെസ്റ്റ് സ്ട്രിപ്സും അതുപോലെ തന്നെ 10 നീഡിൽസ് അല്ലെങ്കിൽ ലാൻസെറ്റ് എന്ന് പറയും ആണ് കിട്ടിയത്. നമ്മളെടുത്ത് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആവും. അതിൻ്റെ ക്യാപ്പ് നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. പെന്നിൻ്റെ ടിപ്പും ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ അത് തുറക്കും. എന്നിട്ട് നമ്മുടെ നീഡിൽ അതിൽ ഇൻസേർട്ട് ചെയ്യണം. ക്യാപ്പ് ഊരിയിട്ടും അല്ലാതെയും നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. കയ്യിൽ തുളച്ച് കയറാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ നീഡ് പെന്നിൽ ഒരു ഗ്രീൻ ബട്ടൺ കാണാം. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ സെൻറ്ററിൽ നമ്മുടെ തമ്പ് ഉപയോഗിച്ച് താഴോട്ട് വലിക്കുക. എന്നിട്ട് അതിൻ്റെ ഗ്രീൻ ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ നീഡിൽ കുത്തുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ താഴേക്ക് നോക്കുകയാണെങ്കിൽ ഇതിൽ കുറേ നമ്പറുകൾ കാണാം. അത് സ്ക്രോൾ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അതായത് നീഡിലിൻ്റെ ലെങ്ത്ത് കൂട്ടാനും കുറയ്ക്കാനാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. 1 മുതൽ 5 വരെയുള്ള നമ്പർ ഇതിൽ കാണാം. അധികം തയമ്പൊന്നും ഇല്ലാത്ത ഫിംഗർ ആണെങ്കിൽ നമുക്ക് ഒരു 2 ഒക്കെ മതിയാവും. അതല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കണം. ഇതാണ് ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റ് സ്ട്രിപ്സ്. ഇതിന് 2 എൻഡ് ഉണ്ട്. ഒരു എൻഡ് ബ്ലഡ് ആക്കാനും മറ്റേ എൻഡ് ഗ്ലൂക്കോമീറ്ററിൽ വെക്കാനാണ്. ഇതിൽ കാണുന്ന ബ്ലാക്ക് എൻഡ് ആണ് നമ്മൾ ഗ്ലൂക്കോമീറ്ററിൽ വെക്കേണ്ടത്. വെക്കുന്ന നിമിഷം തന്നെ അതിൽ റീഡിംഗ് വരും. അതിനുശേഷം അതിൻ്റെ ഡ്രോപ്പിൻ്റെ ഒരു സൈൻ കാണാം. അപ്പോഴാണ് നമ്മൾ ബ്ലഡ് ഗ്ലൂക്കോമീറ്ററിൽ വെക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു കോട്ടൺ എടുത്ത് നമ്മുടെ ഫിംഗർ തുടച്ചതിന് ശേഷം ഈ പെന്ന് ഉപയോഗിച്ച് നീഡിൽ ഇൻസേർട്ട് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതൊന്ന് വലിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഗ്രീൻ ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നീഡിൽ കുത്തും. പിന്നെ ഗ്ലൂക്കോമീറ്റർ സ്ട്രിപ്പിൻ്റെ എൻഡിൽ നമ്മൾ ഈ ബ്ലഡ് ടച്ച് ചെയ്യിക്കുക. അതിനുശേഷം അനക്കാതെ ഗ്ലൂക്കോമീറ്റർ താഴെ വയ്ക്കുക. അപ്പോൾ അതിൽ ഷുഗറിൻ്റെ റീഡിങ് കാണാനായിട്ട് പറ്റും. ഇതിൽ 221 റീഡിങ് വന്നത്. എൻ്റെ അമ്മയുടെ ഷുഗറാണ് നമ്മൾ ടെസ്റ്റ് ചെയ്തത്. അപ്പോൾ അമ്മയ്ക്ക് കുറച്ച് ഷുഗർ കൂടുതലുള്ളത് കൊണ്ടാണ് ഇത്ര റീഡിങ് വന്നിട്ടുള്ളത്. 120 മുതൽ 180 വരെയാണ് നോർമൽ റീഡിങ്. ഷുഗർ നോക്കിയതിന് ശേഷം നീഡിലും സ്ട്രിപ്പ് റിമൂവ് ചെയ്ത് ഡിസ്കാർഡ് ചെയ്യണം. ഷുഗർ കൂടുതലുള്ള ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ഒരു നല്ല ഓപ്ഷനാണ് ഈ ഒരു ഗ്ലൂക്കോമീറ്റർ. ഇത് ഞാൻ പർച്ചേസ് ചെയ്തപ്പോൾ 890 രൂപയാണ് വില വന്നത്. ഇതിൻ്റെ ടെസ്റ്റ് സ്ട്രിപ്സിന് വില കുറച്ച് കൂടുതലാണ്. 10 എണ്ണം മാത്രമേ ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടുള്ളൂ. നമ്മൾ സെപ്പറേറ്റ് വാങ്ങുമ്പോൾ കുറച്ച് പൈസ ആവും. അപ്പോൾ അനാവശ്യമായിട്ട് ഉപയോഗിച്ച് കളയരുത്.
ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. സ്റ്റേ ട്യൂൺഡ്.